നമസ്കാരം. നളിനം ടാരോ ഗൈഡൻസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ റീഡ് ചെയ്യുന്നത് ഇന്ന് യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഹെറോഫൻറ്റിൻ്റെ കാർഡാണ്. ചാരിയറ്റ് വന്നിട്ടുണ്ട്. പേജ് ഓഫ് സോൾസ്, 7 ഓഫ് പെൻറ്റക്കിൾസ്, 5 ഓഫ് കപ്സ്, ഫുൾ കാർഡ് വന്നിട്ടുണ്ട്. ഫൈവ് ഓഫ് കപ്സ്. ഇതാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന കാർഡുകൾ. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഹീറോഫൻ്റ് ആണ് ഇന്ന് ആദ്യമേ വന്നിരിക്കുന്ന കാർഡ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരു സ്പിരിച്വൽ ഗൈഡൻസ് കിട്ടുന്നു എന്നാണ് പറയുന്നത്. നിങ്ങൾ ഇന്ന് വളരെ സ്പിരിച്വലായിട്ടുള്ള അറിവുകൾ കൂടുതൽ നേടുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് അതിന് തക്ക ഉപദേശം തരുന്ന ഒരു ഗുരുവിനെ കണ്ടെത്തുന്ന അതിനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ വളരെയധികം സ്പിരിച്വലായിട്ടുള്ള നോളജ് കൈമാറുന്ന ഒരവസ്ഥയുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ബ്ലെസ്സിങ് കിട്ടുന്നതിനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. ഇത് ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് എല്ലാവർക്കും കിട്ടുന്ന ഒരു അനുഗ്രഹമല്ല. അപ്പോൾ നിങ്ങൾക്ക് നിയോഗമുണ്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് സമയമാകുമ്പോൾ മാത്രമേ അത് നിങ്ങളിലേക്ക് എത്തുള്ളൂ. ഒരു ഗുരു നിങ്ങളിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അതിന് നിങ്ങൾക്കൊരു ടൈമുണ്ട്. ആ ടൈമിൽ മാത്രമേ നമുക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ആ സമയം ആയിരിക്കുന്നു എന്ന് പറയാൻ ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിനുള്ളൊരു അവസരം തരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആ അവസരം ഉപയോഗപ്പെടുത്തുക. 7 ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട്. ചില ആളുകൾ ഇന്ന് വളരെയധികം പോരാട്ടങ്ങൾക്ക് വിധേയം, അതായത് കുറേ വൈകാരികമായിട്ടുള്ള അസന്തുലിതാവസ്ഥയെ എന്തെങ്കിലും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് വളരെയധികം പെയിൻ എടുത്ത് അതിനു വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു എനർജിയാണ് വരുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾ ഇമോഷണലി വളരെ സ്റ്റേബിൾ ആകുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഒറ്റയ്ക്ക് പോരാടി വിജയിക്കണം എന്ന ഉദ്ദേശത്തോട് വേണ്ടി ഒരാളുടെ മുന്നിലും ഒരു പ്രശ്നങ്ങളുടെ മുന്നിലും തോറ്റുകൊടുക്കില്ല എന്ന വാശിയിൽ നിങ്ങൾ ഇന്ന് മുന്നോട്ട് പോകുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ പോരാടുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത്. ഫോർ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ചില ആളുകൾ എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരവസ്ഥയിലാണ്. കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിലും നിങ്ങൾക്ക് അതൊന്നും കാണാതെ മറ്റേതോ കാര്യം വരുവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് ഇരിക്കുന്നുണ്ട്. ഇത് ഇപ്പം നമ്മുടെ കയ്യിൽ കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ അതൊന്നും എൻ്റെ ചോയ്സ് അല്ല എന്ന് പറഞ്ഞ് വിട്ടുകളയുന്നു. ചില ആളുകൾ ചില ട്രാപ്പിൽ പെട്ടുപോയത് കൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത്. മറ്റേതെങ്കിലും വ്യക്തികളുടെയോ മറ്റേതെങ്കിലും സിറ്റുവേഷൻ്റെയോ നിയന്ത്രണത്തിൽ നിങ്ങൾ പെട്ടുപോയത് കൊണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു എന്താ പറയുക, ഒരു ചോയ്സ് കിട്ടാൻ ഇല്ലാത്തൊരവസ്ഥ, നിങ്ങൾക്ക് ഒരു സെലക്ഷൻ കിട്ടാൻ പറ്റാത്തൊരവസ്ഥ. നമുക്ക് ആവശ്യമുള്ള സാധനം നമുക്ക് എന്താണോ നമുക്ക് വേണ്ടത് അത് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റാത്ത ഒരു എനർജിയിലിരിക്കുന്ന ആളുകളുണ്ട്. 5 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ വളരെയധികം നിരാശയിലായിട്ടിരിക്കുന്ന ആളുകളാണ് എന്നാണ് കാണുന്നത്. നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് എത്താത്തത് മൂലം നിങ്ങൾ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. ചില ആളുകളിൽ നിന്നും സംഭവിക്കുന്ന ഒരു ചതിയായിരിക്കാം മറ്റുള്ള ആൾക്കാർ നമ്മൾ കിട്ടുന്നത്.
ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് ഒരു ചീറ്റിംഗ് എനർജി കിട്ടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ മാത്രം തെറ്റാണ്. അതായത് നമ്മളതിന് നിന്ന് കൊടുത്തത് കൊണ്ട് മാത്രമാണ് നമുക്ക് അവരൊരു ചീറ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുത്തത് കൊണ്ടാണ്. ചില ആളുകൾക്ക് ഇത് പ്രിയപ്പെട്ട എന്തെങ്കിലും നഷ്ടപ്പെട്ടതോ, പ്രിയപ്പെട്ട ആളുകളെയോ അല്ലെ പ്രിയപ്പെട്ട എന്തെങ്കിലും സാധനങ്ങളോ നമുക്ക് നഷ്ടപ്പെട്ട് പോയതിൻ്റെ ഒരു ഡിപ്രഷനിലാണെന്നാണ് പറയുന്നത്. നമ്മളിൽ നിന്നും നമുക്കത്ര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആരെങ്കിലും മാറിപ്പോവുകയോ വിട്ടുപോവുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഡിപ്രഷനിലാണ് ചില ആളുകൾ ഇരിക്കുന്നതെന്നാണ് പറയുന്നത്. യൂണിവേഴ്സ് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കാനാണ് പറയുന്നത്. തിരിഞ്ഞു നോക്കാൻ നിങ്ങളുടെ വഴി, പുതിയൊരു വഴി നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടിട്ടുണ്ട്. നിങ്ങൾ ഈ ഡിപ്രഷനൊക്കെ മാറ്റി വെച്ച് മുന്നോട്ട് പോവുക എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ്. അടുത്ത് വന്നിരിക്കുന്ന ഫൂൾ കാർഡാണ്. പുതിയൊരു തുടക്കം നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ വെയിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതിനേക്കാൾ, നിങ്ങളിപ്പോൾ ഒരു കാര്യം നിങ്ങൾ നഷ്ടപ്പെട്ടിട്ട് ദുഃഖിച്ചിരിക്കുന്ന ആളുകൾക്ക് ആ നഷ്ടപ്പെട്ടതിനേക്കാൾ വലിയൊരു കാര്യം യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചിരിക്കുന്നതെന്നാണ് പറയുന്നത്. നിങ്ങൾ അതിലേക്കൊന്ന് ട്രാവൽ ചെയ്തെത്താൻ പറയുന്നുണ്ട്. എല്ലാം മറന്ന് ഒരു പുതിയ തുടക്കത്തിന് കാലെടുത്ത് വെക്കുക. യൂണിവേഴ്സിനെ മാത്രം വിചാരിച്ച് ധൈര്യമായി മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. ഒരു പരിവർത്തനം നടക്കുന്ന സമയമാണ്. അപ്പോൾ ഒരു കാര്യം എൻഡ് ആയാലേ വേറൊരു കാര്യത്തിന് തുടക്കം കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഇങ്ങനെ ഒരു ഡിപ്രഷനിലേക്ക് പോവേണ്ട ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ആ സംഭവത്തിൻ്റെ ഒരു എൻഡാണ്. അപ്പോൾ അത് തീർന്നെങ്കിൽ മാത്രമേ നമുക്ക് പുതിയൊരു കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു പുതിയ തുടക്കം കിട്ടുന്ന ദിവസമാണ്. അതിൽ മാത്രം ഫോക്കസ് ചെയ്യാനാണ് പറയുന്നത്. പേജ് ഓഫ് വാണ്ട്സ് ആണ് വന്നിരിക്കുന്നത്. പുതിയ ആശയങ്ങളും പുതിയ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ഒക്കെ ആയിട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഇതിന് പാസ്റ്റിലുണ്ടായ നമ്മുടെ അനുഭവങ്ങളെ ഒരു എക്സ്പീരിയൻസ് ആക്കിക്കൊണ്ട്, അത് പാസ്റ്റ് എക്സ്പീരിയൻസ് ഒരു പാഠമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ചില ബിറ്ററായിട്ടുള്ള എക്സ്പീരിയൻസ് ലൈഫിൽ തരുന്നത്. അത് മനസ്സിലാക്കി അതിൽ നിന്നും പുതിയ പാഠങ്ങൾ ഉൾക്കൊണ്ട് നമ്മളോട് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ചാരിയറ്റാണ് വന്നിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും എല്ലാം പൂർത്തീകരിക്കാൻ സാധിക്കും. അതുപോലെ നിങ്ങളുടെ മനസ്സിന് ചിലപ്പോൾ പോസിറ്റീവും നെഗറ്റീവും തമ്മിലുള്ള ഒരു സ്ട്രഗിൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ആയിരിക്കാം. അല്ലെങ്കിൽ ശരിയും തെറ്റും തമ്മിലുള്ള ഒരു സ്ട്രഗിൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ പോസിറ്റീവിനെ മാത്രം അട്രാക്റ്റ് ചെയ്യുക, അതിനെ ഫോളോ ചെയ്യുക എന്നാണ് പറയുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾ വളരെ പടവെട്ടി നേടുന്ന ഒരു വിജയമാണ്, വിക്ടറിയാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വിജയത്തിന് വളരെ മാധുര്യമുള്ളതായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ റീഡിങ് ഇതാണ്. നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഒരു നല്ലൊരു എനർജിയിലിരിക്കാൻ പറ്റട്ടെ. ഡിപ്രഷനൊക്കെ മാറ്റി എല്ലാവരും നല്ലൊരു എനർജിയിലേക്ക് വരാൻ യൂണിവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.